ഉറുപ്പ്യല്ല, പൈസയാണ് ഒന്ന് പൈസ. ചില വലിയ വലിയ വീട്ടിലൊക്കെ പോയി ചിലപ്പോൾ 1 ഉറുപ്പ്യ കിട്ടും. ഇന്നത്തെ കാലത്ത് ഒരു 100 ഉറുപ്പ്യ കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനെ സക്കാത്തിൻ്റെ പൈസ ആണ് ചിലപ്പോൾ 25 ഉറുപ്പ്യ. ടോട്ടൽ എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ 25-30 ഉറുപ്പ്യ എന്നത്. ഹായ്, എന്താണ് അല്ലേ? എന്താ റയ്യോ? റയ്യോന് കുറച്ച് ദിവസമായി വീട്ടിൽ വരണം എന്നിങ്ങനെ പറഞ്ഞിരിക്കുക. ഇപ്പം മുമ്പായിട്ട് വീട്ടിൽ വന്നിട്ടില്ല. മിനിഞ്ഞാന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അല്ലേ? അപ്പോൾ അതിന് 1-2 ഗിഫ്റ്റൊക്കെ വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളെ കാണിക്കണം. ചെറിയ ചെറിയ ഗിഫ്റ്റുകളാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഷോപ്പിൽ ആൾ കുറവായ കാരണം വിലക്ക് വീട്ടിലെടുക്കാനും പറ്റുന്നില്ല അല്ലേ? രാത്രി എത്തുമ്പോൾ 10 മണിയാവും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്കന്ന് എന്താ കാണിക്കാണ്ട് അടുത്ത് കാണിക്കുന്ന. അപ്പോൾ റയ്യാനെ എന്തൊക്കെയാണ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് കാണിച്ചു കൊടുത്ത ഗൈസിന്? ഡയറി മിൽക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അയ്യോ, 2 ഡയറി മിൽക്ക് അല്ലേ? അത് ശരി. പിന്നെ എവിടെ? ഒരു ഫ്ലവർ പോട്ടിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെന്താ? കാറാരെന്നതാ? പിച്ചെന്ന കാറല്ലേ? ഓക്കെ ഓക്കെ. പിന്നെന്താ കിട്ടിക്കണേ? എന്താ പാത്തു പറഞ്ഞേ? എന്താ പാത്തോടെ കേട്ടോ. എന്താണ് കാറല്ലേ? അടിപൊളി കാറല്ലേ? കാർ ഇഷ്ടമാണൊക്കെ? ഓക്കെ അല്ലേ? ആ ഡ്രസ്സ് നിർത്തി കാണിച്ചു കൊടുത്താ. അത് ടീഷർട്ട് അല്ലേ? ബ്ലാക്കിൽ. അടിപൊളി. ഇതെന്താ ടീഷർട്ട് എന്ന് പറയാ? ബാക്ക് പ്രിന്റ് അല്ലേ? ചെറിയ പ്രിന്റ് വരും ബാക്കിൽ അല്ലേ? വേറെന്താ കിട്ടി? പാൻ്റൊക്കെ ഉണ്ടല്ലോ. ബൂട്ട് കട്ട് പാൻറ്. എന്തായാലും പെരുന്നാൾക്ക് പാൻ്റായി അല്ലേ? പെരുന്നാൾക്ക് കുറവാണോ? അത് ശരി. ഇനി പാത്തുവിൻ്റെ ബർത്ത്ഡേ എന്നാ? ഇനി എത്ര മാസം ഉണ്ട്? എന്നാലും പറയും. പാത്തുവിൻ്റെ ബർത്ത്ഡേ എന്നറിയോ? അടുത്ത മാസം 12-ാം തീയതി. എന്തായാലും ചിലവന്നെ പാക്കില്ലേ? ഫെബ്രുവരി 25-ാം തീയതി പാടിയും വെഡിങ് ആനിവേഴ്സറി. മാർച്ച് 4-ന് റയ്യുവിൻ്റെ ബർത്ത്ഡേ. ഏപ്രിൽ 12-ന് റൈമാടെ ബർത്ത്ഡേ. മെയ് 19-ന് ആരോ ബർത്ത്ഡേ? മെയ് 19-ന് മെയ് 19-ന് പൻ്റെ ബർത്ത്ഡേ. ഇതെന്താണ് സാറേ? സാറ എന്താ സംഭവം? പറ്റി മനസ്സിലായില്ല. സാറ കമ്പനിയുടെ പാൻ്റ് അത്? അത് ശരി. അപ്പോൾ സാറ കമ്പനിയുടെ പാൻറ്, ഒരു ബൂട്ട് കട്ട് പാൻറ്, ഒരു ടീഷർട്ട്. ഇതാരെ ഫ്ലവർ പോട്ട്? അക്ഷിദേവ് എന്നതാ? അടിപൊളി ഫ്ലവർ പോട്ട്. ഡയറി മിൽക്കാർ എന്നതാ? പാത്തുവിനെന്താ ബർത്ത്ഡേക്ക് വേണ്ടേ? അങ്ങനെ വേണം കുട്ടികളായ. പാത്രമൊന്നും വേണ്ട അല്ലേ? പാത്രമൊന്നും വേണ്ടല്ലോ. എന്താ വേണ്ടേ? ഡയറി മിൽക്ക് മതിയോ? ഡയറി മിൽക്ക് മതിയോ? ഹായ് പാത്തു, ഇത് ഉറങ്ങിയില്ല പാത്തു? എന്തായി റയ്യോ? എടുത്തേക്ക. ഇപ്പൊ കാണിക്കൽ കഴിഞ്ഞോ? അപ്പോൾ നമുക്ക് ലൈവ് കിട്ടാൻ ചേർന്നു അല്ലേ? പെച്ചിയുടെ ബർത്ത്ഡേ. പെച്ചിയുടെ ബർത്ത്ഡേ പെച്ചിയുടെ കുട്ടിക്കാലത്ത് അങ്ങനെ സംഭവമില്ല. ബർത്ത്ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബർത്ത്ഡേ വരും, അതേമാതിരി ഡ്രസ്സ് എടുക്കുക, അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇല്ല. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് നമ്മൾ ഡ്രസ്സ് എടുക്കുക പെരുന്നാൾക്ക്. പെരുന്നാൾ, ചെറിയനാൾ വരുമ്പോൾ ഒരു കൂടി ഡ്രസ്സ് കിട്ടും. ആ ഒരു കൂട്ടി ഡ്രസ്സ് ആയിട്ട് ചിലപ്പോൾ അടുത്ത ചെറിയനാൾ വരെ നമ്മൾ തള്ളി നിൽക്കേണ്ടി വരും. വലിയൊരുനാൾക്ക് ചിലപ്പോൾ കിട്ടിയാൽ കിട്ടും, അതൊന്നും ഉറപ്പില്ല. അന്നത്തെ കാലം എങ്ങനെയാണ്? അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ജക്കാത്തൊക്കെ കിട്ടും. ജക്കാത്ത് ചിലപ്പോൾ ഇങ്ങനെ ഇന്നത്തെ കാലത്തെ പോലെ അന്നിങ്ങനെ ചെറുപ്പത്തെ കാലത്ത് ഇങ്ങനെ ചെറിയ നടക്കും. ജക്കാത്തിൻ്റെ പൈസ ഇങ്ങനെ നടക്കും. അപ്പോൾ ഓരോ വീട്ടിൽ കയറി ചിലപ്പോൾ 10 പൈസ 20 പൈസ കിട്ടുക. 20 പൈസ 30 പൈസ 20 ഉറുപ്പ്യല്ല, പൈസയാണ് അന്ന് പൈസ. ചില വലിയ വലിയ വീട്ടിലൊക്കെ പോയി ചിലപ്പോൾ 1 ഉറുപ്പ്യ കിട്ടും. ഇന്നത്തെ കാലത്ത് ഒരു 100 ഉറുപ്പ്യ കിട്ടുന്ന സംഭവമാണ്. അപ്പോൾ അങ്ങനെ ജക്കാത്തിൻ്റെ പൈസ ആണ് ചിലപ്പോൾ 25 ഉറുപ്പ്യ. ടോട്ടൽ എല്ലാം കൂടി കൂട്ടി കഴിഞ്ഞാൽ 25-30 ഉറുപ്പ്യ അന്നത്തെ കാലത്ത് കിട്ടും. അതെന്താ കാലം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കടയിൽ കേട്ടോ, കടയിൽ ടോയ്സിൻ്റെ കടയുണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോഴത്തെ പേരൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുട്ടിക്കാലത്ത് അനുഭവിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അവർ മക്കളിലൂടെ സാധിച്ചെടുക്കുകയാണ്. അത് ഇന്നത്തെ കുട്ടികളൊരു എന്തൊക്കെ ഭാഗ്യമാണ്. പക്ഷെ അണക്കത്ര ഓവറൊന്നുമില്ല, ഒക്കെ ഒരു ലിമിറ്റ് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട് അല്ലേ? അല്ല അങ്ങനല്ലേ? അപ്പോൾ പറഞ്ഞു വന്നത് കുട്ടിക്കാലത്ത് ബർത്ത്ഡേ ആഘോഷിക്കും. ഇപ്പോഴത്തേക്ക് ഓർമ്മനല്ല കേട്ടോ, ഞാൻ ആഘോഷിക്കണോ അതും അറിയില്ല. എന്തായാലും കേക്ക് മുറിച്ചൊന്നും ആഘോഷിച്ചിട്ടില്ല. ഒരു 10-15 വയസ്സ് വരെ ബർത്ത്ഡേ. പിന്നെ നമ്മളെ ബർത്ത്ഡേ നമ്മൾ ആഘോഷിക്കും. നമ്മൾ അധ്വാനിച്ച് നമ്മളെ ലെവലിക്ക് ഇപ്പോഴും നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നില്ലല്ലോ. ഉണ്ടോ? അമ്മച്ചിയുടെ ബർത്ത്ഡേ ആഘോഷമുണ്ട്, റൈമാടെ ബർത്ത്ഡേ, റയ്യുവിൻ്റെ ബർത്ത്ഡേ, പെച്ചിയുടെ ബർത്ത്ഡേ. എന്താ പോയത് പറയും. പാത്തുവിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചിട്ടില്ലാന്ന് മാത്രമല്ലേ ഉള്ളൂ. ചില്ലറ ആഘോഷം നടത്തിയിട്ടുണ്ട് കേട്ടോ. ഡ്രസ്സ് എടുക്കുന്നുണ്ട്. ഡ്രസ്സ് എടുത്തേക്കണു. കേക്ക് മുറിച്ചിട്ടില്ല. അവൾക്ക് കേക്ക് പരമാവധി കഴിക്കാൻ പറ്റൂല. അത് കാരണം കേക്ക് മുറിച്ചിട്ടില്ല. ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ നമുക്ക് പെരുന്നാക്ക വരുന്നത്. പാത്തുവോ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ ഞാൻ പെരുന്നാക്ക വരും. നമുക്ക് അടിപൊളിയാക്കട്ടോ. ഓക്കെ അല്ലേ? എന്താ പറയുകോളി. അപ്പോൾ ചങ്ങായിമാരെ ഇന്നത്തെ വീഡിയോ എങ്ങനെയാണ്? കാരണം റയ്യുവിന് ഒരു ആഗ്രഹം, ബർത്ത്ഡേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ബർത്ത്ഡേ നോമ്പിനായിരുന്നു. അത് കാരണം കേക്കൊന്നും വാങ്ങിയില്ല കേട്ടോ. കേക്കിന് റൈമാടെ ബർത്ത്ഡേക്ക് രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങാൻ. ഇത് റൈമാക്ക് 6 വയസ്സായി, ഇതുവരെ അവളുടെ ബർത്ത്ഡേ കേക്ക് മുറിച്ചിട്ടില്ല. ഫസ്റ്റ് ബർത്ത്ഡേ മുറിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ബർത്ത്ഡേക്ക് ഏയ് ഒരു വട്ടം മുറിച്ചിട്ടുള്ളൂ. ഇല്ല അത് മുറിച്ച് അത് ബർത്ത്ഡേക്കായിട്ട് മുറിച്ചിട്ടില്ല. അത് കേക്ക് ചെറിയൊരു കഷ്ണം കേക്കുണ്ട്, അങ്ങനല്ലേ? ഇപ്രാവശ്യം നമ്മൾ ബർത്ത്ഡേ ഉഷാറാക്കണമാണ് അല്ലേ? റയ്യുവിൻ്റെ റൈമാടെ ഒരുമിച്ച് റൈമാടെ ബർത്ത്ഡേക്ക്. അപ്പോൾ വേറെന്താ പറയുള്ളൂ റയ്യോ? ഓക്കെ അല്ലേ? അവസാനിപ്പിക്കുക. അപ്പോൾ ഈ ഹാപ്പി അല്ലേ? അപ്പോൾ ഹാപ്പി അല്ലേ? വെച്ചോണ്ട നമുക്ക് നോക്കുമ്പോൾ ചെയ്യാം. അപ്പോൾ ഞങ്ങൾ സെറ്റാണ് അല്ലേ? ഞാനും റയ്യോ റൈനി. നമ്മൾ RR വേൾഡ് എന്ന പേരെന്നെ റയ്യാൻ്റെ റൈമാടിയാണ്. അപ്പോൾ അത് സെറ്റല്ല. അപ്പം ഞാനും റയ്യും പിച്ച് റയ്യും അല്ലേ? റയ്യ സെറ്റാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പരമാവധി മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. റയ്യൂന്ന് കിട്ടുന്ന സമയത്തൊക്കെ റയ്യൂൻ്റെ വീഡിയോസ് വരും, പാത്തുവിൻ്റെയും വീഡിയോ വരും.